കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ വയനാട്ടിലെ വനവാസി ഊരിലെ സന്ദർശന വേളയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താത്തതിൽ വിമർശനം. വയനാട് ചുണ്ടേൽ വട്ടക്കുണ്ട് ഉന്നതിയിലെത്തിയപ്പോഴാണ് ഗവർണർ അതൃപ്തി അറിയിച്ചത്. DFO എത്താത്തതിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടു. രാജ്ഭവനിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നിർദ്ദേശം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് വയനാട് വട്ടക്കുണ്ട് ഉന്നതിയിൽ ഹൃദ്യമായ സ്വീകരണമാണ് ഒരുക്കിയത്. വട്ടക്കുണ്ട് ഉന്നതിയുടെ തനത് കലാരൂപമായ വട്ടപ്പാട്ട് ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കാലങ്ങളായി ഉന്നതി നേരിടുന്ന പ്രശ്നങ്ങൾ ഗവർണറെ വനവാസികൾ ധരിപ്പിച്ചു. നമ്മുടെ ഈ ഊരിലെ നടക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കുടിവെള്ളം എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് കുറേ കാലങ്ങളായി. നമ്മളിപ്പോൾ വനത്തിനോട് ചേർന്ന് അല്ലെ വനത്തിന്റെ അവിടെ നിന്നിട്ടാണ് പോയി പൈപ്പ് ലൈൻ വഴിയാണ് വെള്ളം ഇവിടേക്ക് എത്തിക്കുന്നത്. പിന്നെ ഞങ്ങളെ വീടിന്റെ അങ്ങോട്ട് വെളിച്ചൊന്നുമില്ല, ലൈറ്റുമില്ല, പിന്നെ ഞങ്ങൾക്ക് നടന്നു വരാൻ റോഡും ഇല്ല. വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോഴായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഗവർണർ വിളിച്ചത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതാണ് ഗവർണറുടെ അതൃപ്തിക്ക് കാരണമായത്. DFO സ്ഥലത്തെത്താത്തതിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടു. ഉന്നതി നിവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും ഗവർണർ അറിയിച്ചു. I also know that this district was hit by landslides and about 300 persons, to be precise 298 persons were hit by this and they lost their lives. So we all have sympathy, but more than that we have to work for these people. That is the reason why I have come here and to see what can be done. Now the state government and the central government, both of them are doing their might. Their help is being given to these people, but still it is needed to be done fast, with fast pace. So that is why I have come here, and Wayanad district and all those talukas from these 3-4 talukas of this district, they need to have some more amenities. I tried to understand problems while talking to the people of this taluka, this village. ഏറെ നേരം വനവാസി ഊരിൽ ചിലവഴിച്ച ശേഷമാണ് ഗവർണർ മടങ്ങിയത്. ജനം, വയനാട്.